ഇന്നത്തോടെ ഓളെ റൈഡിന്റെ പൂതി തീർന്നിട്ടുണ്ടാവും. കുഞ്ഞോ നമ്മൾ എവിടുക്കാ പോണ്? കണ്ണൂർക്കല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് കണ്ണൂർക്ക് പോവാണ്. എൻ്റെ വണ്ടി അവിടെയാണ്, ബൈക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിന് പോവാണ്. തിരിച്ചു വരുമ്പോൾ ബൈക്കിനാണ് വരിക. ഓക്കെ, അപ്പോൾ പൊന്നൂനൊരു ബൈക്ക് റൈഡുമായി. പിന്നൊന്ന് കണ്ണൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് പോണത്. സെറ്റല്ലേ പൊന്നോ? ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരുനാവായെന്നായിട്ട് ട്രെയിൻ കയറുന്നത്. ഈ വരുന്ന ട്രെയിനാട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു ട്രെയിനിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. പൊന്നൂനാണെങ്കിലോ ഒരേ ആഗ്രഹം, ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ആ എടുത്തു കൊടുത്ത വീഡിയോ ആണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓളവാക്ക ഒടുക്കത്തെ ക്യൂട്ട്നെസ്സും. പിന്നെ കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ ഏകദേശം ട്രെയിനൊക്കെ ഫുള്ള് കാലിയായിട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുള്ളൊക്കെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാർക്ക് വിളിച്ചപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വരാന്. അപ്പൊ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോവാട്ടോ. അപ്പൊ അവരും കാത്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മാളിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദേ അവരെത്തിക്കഴിഞ്ഞിട്ട്. ഇവര് രണ്ടാളുമാണ് നമ്മളെ കണ്ണൂരത്തെ ചെങ്ങായിമാര്, മുബഷിറും ഷമ്മാസും. പിന്നെ നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കണ്ണൂരുള്ള MBK റെസ്റ്റോറന്റിലാട്ടാ. അവര് പറഞ്ഞ് ഇവിടുത്തെ ഫുഡ് നല്ല ഫേമസ് ആണെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് 3 ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഫുള്ളും ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്ത്. മുബഷിർ പറഞ്ഞു ഇവിടുത്തെ ഫിഷ് ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഇവർക്ക് 3 പേർക്കും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്. ഞാനാണെങ്കിലോ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്ത്. മുബഷിറിന്റെ ഹൈപ്പിനുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ ബിരിയാണി, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഏകദേശം ഞങ്ങൾക്ക് പോവാറായിട്ടുള്ള ടൈം ആയിട്ട് അങ്ങനെ അവരോട് യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കാട്ടോ. പിന്നെ കണ്ണൂരാരാണെങ്കിൽ പറയും വേണ്ട, സ്നേഹിച്ച് അങ്ങ് കൊല്ലും. അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ നമ്മുടെ സ്വന്തം കണ്ണൂരിന്റെ കണ്ണൂർ കോട്ടയിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. ബൈക്കൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിവിടെ ഉള്ള പൊന്നോ സുൽത്താൻ കോട്ട അല്ല എവിടെ ഉള്ളത്? അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഒരാൾക്ക് വരുന്നത് 25 രൂപ കേട്ടോ. അപ്പൊ ഇതാണ് ഗായ്സ് കണ്ണൂർ കോട്ടന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടാ. ഇതോ ഇതാണ് പീരങ്കി. കൂടുതൽ വിശദീകരിക്കാൻ എനിക്കറിയില്ല. നല്ലതാണ് പീരങ്കിന്റെ മറ്റേ സാധനം. എന്തായാലും അപ്പോൾ ഗൈസ് ഈ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ടാറ്റാ. ഈ പീരങ്കൊക്കെ വെച്ചുകണ്ടില്ലേ, ഇതൊക്കെ എന്താണെന്നറിയോ? പണ്ട് കാലത്ത് എന്താ പറയാ, കടലിൽ കൂടെ ഒക്കെ കപ്പലൊക്കെ വന്നിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് വെച്ച പീരങ്കിയാണ് ഇതൊക്കെ. വാവ്, കേറിയേക്കാ വാ. അപ്പോൾ ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോട്ടൻ്റെ മുകളിലുള്ള ബീച്ചാട്ടോ. പൊന്നോ എങ്ങനെയുണ്ട് കണ്ണൂർ കോട്ട? കുറേ കറങ്ങിത്തിരിഞ്ഞ് കാണാനുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇതിനുള്ളിൽ കയറാൻ പോകട്ടാ. പൊന്നോ ഉണ്ട്, സൂപ്പറല്ലേ? പിന്നെയോ നല്ല രസമുണ്ടല്ലോ കാണാൻ. സംഭവം ഇപ്പം എന്താന്ന്, ഇപ്പം ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് ഇപ്പം നമുക്കറിയില്ല. പിന്നെയോ എനിക്ക് ഇനി കണ്ണൂർ വന്നിട്ട് ജയിൽ കാണിച്ചാൽ എന്തിനാന്ന് പറയരുത്. ഇതാ കാണുന്നതാണ് ജയില്. പിന്നെ അതേമാതിരി ഇതാ ഈ കാണുന്നതൊക്കെ ജയിലാണ്. ജയില് കണ്ട ഒരു ദിവസം കിടക്കണ്ടേ, ഒരു ദിവസം കിടക്കണ്ടേ. അപ്പം എന്തായാലും സംഭവം ഒരു വട്ടം കാണാനുള്ള മുതലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഉഷാറാണ്. എൻ്റെ മേലക്കണ്ട് കയറിയിട്ടുള്ള ഭാഗമാണത്. എന്നാ കിട്ടില്ല വേറെ ലെവല്. അപ്പോൾ ഗായ്സ് ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്തായാലും ഉഷാർ. പൊന്നോ എനിക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് എന്നോട്? എന്താ ചോദിക്കാനുള്ള? ചോദിക്ക്. ഇതിന്റെ ചരിത്രം എന്താന്ന്, കണ്ണൂർ കോട്ടന്റെ ചരിത്രം എന്താണെന്ന് ഓൾക്ക് അറിയണം. കുറെ കണ്ട്, പക്ഷെ ഓൾക്കൊന്നും മനസ്സിലാവണില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു കോപ്പും അറിയില്ല, ചരിത്രത്തിനെ പറ്റിയിട്ട്. വരിക, കാണുക, പോവുക, അത്ര നമുക്കറിയുള്ളൂ. ഇനി ചരിത്രം വിവരിക്കാനും തോന്നിനൊന്നും നമുക്കറിയില്ല. ഉള്ളത് പറയാലോ. എന്തായാലും ആയിട്ടുള്ള ഒരു ചരിത്രം എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു വട്ടമൊക്കെ കാണാനുള്ള മുതലുണ്ടല്ലോ. പൊന്നോ
ഒരു വട്ടം കാണാനുള്ള മധുരം ഉണ്ടല്ലേ? പിന്നെ എനിക്കെന്താ ചോദിക്കാള്? അപ്പുറത്തേക്ക് ചാടിയാ എനിക്കെന്റെ പൊന്നും ഇല്ലാണ്ടാവും. വേറെ ഇപ്പം എന്താ? വേറെ കെട്ടിക്കണ്ടെന്നാ ഇവിടെ കാണുമ്പോ തന്നെ തലയിട്ടാണ്. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് ഇതിന്റെ മേലെ നിന്നുള്ള വ്യൂ? അങ്ങോട്ടൊക്കെ അങ്ങോട്ട് അങ്ങോട്ടോക്ക് 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 അങ്ങോട്ടോക്ക്. എങ്ങനെയുണ്ട്? പൊന്നാനി ബീച്ചോ? പൊന്നാനിത്തെ ഹാർബർ മാതിരി അത്ര അവള് പറഞ്ഞു. എന്തായാലും കിട്ടില്ല വൈബ്. ഇപ്പോൾ ഗൈസ് കണ്ണൂർ കോട്ടൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ അതുപോലെ ഈ കാണുന്നതാണ് ഹാർബർ കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവല്. അപ്പോൾ ഗൈസ് ഈ കാണുന്നതും ജയിലാണ്. പൊന്നോ ഇവിടെ ആകെ ജയിലെന്നുള്ളടി. ജയിലെങ്കിൽ ജയിലിലുള്ള നമുക്കൊന്ന്. ഇതെന്താ തേങ്ങ? ഗൈസ് ഇതെന്താ സംഭവം എന്ന് അറിയോ? പീരങ്കിയിലിടുന്ന തെര കേട്ടോ. ആ സംഭവമാണ് ഇത്, കണ്ടില്ലേ ഉണ്ടകള്. ഗൈസ് ഇത് പീരങ്കിയിലിടുന്ന സംഭവമാണ്. പീരങ്കിൻ്റെ ഉള്ളിലിടുന്ന ആ ഒരു ഉണ്ട ഉണ്ടല്ലോ, ആ ഉണ്ടയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് തേങ്ങയാണെന്ന്, പക്ഷെ തേങ്ങയല്ല ഗൈസ്, ആ ഉണ്ടയാണ്. പീരങ്കിൻ്റെ ഉള്ളിലിടുന്ന ഉണ്ടയാണ് ഗൈസ്. ഉണ്ട പിന്നോ പീരങ്കിൻ്റെ ഉള്ളിലിടുന്ന ഉണ്ട കേട്ടാ. തേങ്ങയല്ല വലിയ ഉണ്ടണ്ടില്ല ഈ ഗൈസ്. ആ കാണാൻ തോന്നുന്നു കണ്ണൂർ കോട്ട ഭരിച്ചിരുന്ന രാജാവ്. പിന്നോ ഇതിൻ്റെ വ്യൂ എന്തായാലും അടിപൊളി. അപ്പോൾ ഗൈസ് ഞങ്ങൾ കണ്ണൂർ കോട്ട മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കണ്ടു. കുറച്ച് ജയിൽ മാത്രം കണ്ടു, പിന്നെ ഒരു ബീച്ചും കണ്ട്. എന്തായാലും ഇതിനുള്ളിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ മാത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പം ഇനി നേരെ പോണത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. പയ്യാമ്പലം ബീച്ചിലേക്ക് പോയിട്ട് പിന്നെ നേരെ ഞങ്ങൾ നാട്ടിലേക്ക് പോകട്ടോ. എന്താ പിന്നോ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കും. അപ്പം മോളൊറ്റക്കാണ്. അപ്പോൾ ഗൈസ് ബാക്കിലുണ്ടല്ലോ പീരങ്കി. അപ്പം പീരങ്കി കാണാത്തവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പീരങ്കി കാണാം. അപ്പോൾ അടുത്തത് പോണ് പയ്യാമ്പലം ബീച്ചിലേക്ക്. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ പോണത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ നല്ലൊരു മഴക്കുള്ള കോളും ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ വന്നായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് ബീച്ചും ഉണ്ട്, അപ്പോൾ മ്യൂസിയം ഉണ്ട്, ലൈറ്റ് മ്യൂസിയം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ കയറ്റി വിടുന്നില്ല, ബീച്ചിൻ്റെ ഉള്ളിൽ കയറ്റി വിടുന്നില്ല. റെഡ് അലേർട്ടാണ് കണ്ണൂർ. അപ്പോൾ പയ്യാമ്പലം ബീച്ചിക്കും കയറ്റി വിടൂലെന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെന്തായാലും നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അല്ല പൊന്നോ? അപ്പോൾ ഞങ്ങളെ മലപ്പുറത്തേക്ക് ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ മൂഞ്ചി ഗൈസ് മൂഞ്ചി. പൊന്നൂനാണെന്നുണ്ടെങ്കിൽ ഒരേ വാശി, എനിക്ക് ലേസ് മേടിച്ച് തരുമോന്ന്. അപ്പോൾ ഞാനൊരു 2 ലേസ് മേടിച്ച് കൊടുത്ത്, ഒന്നോളെ തിന്നും ചെയ്തു, ഒന്നോളെ കയ്യിലുണ്ട് കേട്ടോ. വരുമ്പോൾ നല്ല മഴയായിരുന്നു ഗൈസ്, ഒടുക്കത്തെ മഴ, ഒന്നും പറയാനില്ല. ഗൈസ് ഞങ്ങൾ കോഴിക്കോട് ഏകദേശം എത്താറായിരുന്നു. അപ്പോൾ മഴയത്തൊന്ന് ഫോൺ എടുക്കാൻ വയ്യ, നല്ല മഴയാണ്, രക്ഷയില്ലാത്ത മഴ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടാണ് വണ്ടി. ഇവിടെ എടുക്കുന്ന നമ്മളെ പുലിക്കുട്ടി. പാട്. അപ്പോൾ എന്തായാലും ഈ കോഴിക്കോട് എത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ചേളാരിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പൊന്നൂനാണെന്നുണ്ടെങ്കിലോ ഇന്നത്തോടെ ഓളെ റൈഡിൻ്റെ പൂതി തീർന്നിട്ടുണ്ടാവും. ബൈക്കിൻ്റെ ബാക്കിൽ കണ്ടിട്ട് ഭയങ്കര പെയിന്, ബാക്ക് പെയിന്. അപ്പോൾ ഇന്നത്തോടെ ഓളെ റൈഡിൻ്റെ പൂതി തീർന്നില്ല. പൂതി തീർന്നിട്ടില്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഓളെ കിളി വയ്ക്കണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ചായ കുടിക്കട്ടെ അല്ലേ പിന്നെ? അതെ. അപ്പോൾ ചായ കുടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നാട്ട് തെറിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ നാട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. ഒന്നുകൂടെ ചായ കുടിക്കണ്ട്. സമൂസ, പഴംപൊരി, പിന്നെന്തോ റോള്. ഒന്നും കഴിച്ചോ? അത് കച്ചപ്പ് മസ്റ്റാണ്. കച്ചപ്പില്ലാതെ ഓള് കഴിക്കൂല ഗായ്സ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ചായ ആയിരുന്നു.
പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും നോക്കിയില്ല, നാട്ടിലേക്ക് നേരെ വെച്ച് പിടിച്ചു. ഗൈസ് ഞങ്ങൾ ഒരു വിധത്തിൽ അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ പൊന്നു എങ്ങനെ ഉണ്ടായിരുന്നു? റൈഡ് മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പോൾ പൊന്നുവിൻ്റെ കിളി പാറിയിക്കണ്. ബൈക്കിൽ ഇരുന്നിട്ട് പൂപ്പാട് ഇളകിയിരിക്കണം. നമ്മൾ പിന്നെ ഇടക്കിടക്കൊക്കെ പോകണോണ്ട് പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെയായാലും പൊന്നു ഹാപ്പി അല്ലേ, ഉഷാറല്ലേ? ഇതുപോലത്തെ ഒരുപാട് റൈഡുകൾ നമ്മൾ പോകണ്ടേ? അപ്പോൾ അത്യാവശ്യം മഴ ഒക്കെ കിട്ടിയില്ലേ? ടാറ്റാ ടാറ്റാ.